ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിന്യൂറ്റി ആണ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത്. ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി, പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, വാല്യൂ ഡിഫൈൻഡ് ആവണം, അത് രണ്ടും ഈക്വൽ ആവണം. ഫംഗ്ഷന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ അത് അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവണം. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലെ ഗ്രാഫിന്റെ പ്രത്യേകത അവിടെ ഗ്രാഫ് ബ്രേക്ക് വരില്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് അതിന്റെ ഡൊമൈനിൽ മൊത്തം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഗ്രാഫ് ആ ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കൈയെടുക്കാതെ പൊട്ടാതെ വരയ്ക്കണം, ബ്രേക്ക് ഉണ്ടാവില്ല. ഇനി ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടന്റ് സെക്ഷനാണ് ഈ സ്റ്റാർട്ടിങ്, ഡിഫറൻഷ്യബിലിറ്റി. അതിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റി. അതിനുശേഷം നമുക്ക് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ നല്ലോണം ശ്രദ്ധിക്കുക. ലെറ്റ് y is equal to f of x be a function and a belongs to domain of f. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അതിന് ഡൊമൈൻ ഉണ്ടാവുമല്ലോ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ചില ഫംഗ്ഷൻ ഒക്കെ റിയൽ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സെറ്റും റേഞ്ച് സെറ്റും ഒക്കെ റിയൽ നമ്പർ സെറ്റോ അല്ലെ അതിന്റെ സബ്സെറ്റോ ആയിരിക്കും. അപ്പൊ ഈ എക്സും വൈ ഒക്കെ റിയൽ നമ്പർ ആണെന്ന് അർത്ഥം. ബി എ റിയൽ ഫംഗ്ഷൻ ആൻഡ് എ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ്. Then fx is said to be differentiable or derivable at x equal to a if f dash a, ഈ സിമ്പൽ നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് കേട്ടിട്ടുണ്ട്, f dash a is equal to ലിമിറ്റ് ആണ്, അത് ലിമിറ്റ് ആണ്. ലിമിറ്റ് x tends to a f of x minus f of a all divided by x minus a. അത് തന്നെയാണ് ലിമിറ്റ് h tends to 0 f of a plus h minus f of a all divided by h. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? ഞാനിത് കഴിഞ്ഞ് ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ബോധ്യപ്പെടാതെ ഞാൻ ഈ ആദ്യത്തേത് എക്സിന് പകരം എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എ പ്ലസ് എച്ച്. അപ്പൊ ഈ എക്സിന് പകരം എ പ്ലസ് എച്ച് കൊടുക്കുമ്പോ എഫ് ഓഫ് എ പ്ലസ് എച്ച്, എഫ് ഓഫ് എ അങ്ങനെ തന്നെ എഴുതി. ഇനി എക്സിന്റെ പേര് എ പ്ലസ് എച്ച് ആണെങ്കിൽ എക്സ് മൈനസ് എന്റെ പേരെന്താ? എച്ച് ആണ്. അതാണ് ഈ എക്സ് മൈനസ് എക്ക് വരെ എച്ച് വന്നത്. പിന്നെ ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കൊണ്ട് നോക്കി എച്ച് എങ്ങോട്ടാ പോവാ? ഈ എച്ച് വിൽ ടെൻസ് ടു എ മൈനസ് എ. വാട്ട് ഈസ് എ മൈനസ് എ? 0. അതാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ രണ്ടാമത്തെ ഫോമാണ് കൂടുതൽ ഉപയോഗിക്കുക, എന്നാലും ആദ്യത്തതും ആവശ്യം ഉണ്ടാവും, രണ്ടും അറിഞ്ഞിരിക്കുക. അപ്പൊ എഫ് ഡാഷിന്റെ ഡെഫിനിഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, ഓർ ഇറ്റ് ഈസ് സെയിം ആസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. എക്സ് ഇസ് ഫൈനൈറ്റ്ലി. അപ്പൊ എഫ് എക്സ് എയിൽ ഡിഫറൻഷ്യബിൾ അഥവാ ഡിറൈവബിൾ ആവണമെങ്കിൽ ഈ എഫ് ഡാഷ് പറയുന്ന ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഫൈനൈറ്റ് ആയിരിക്കണം. എക്സ് ഇസ് ഫൈനൈറ്റ്ലി. എഫ് ഡാഷിന്റെ പേര് ഈസ് കാൾഡ് ദ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അങ്ങനെ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഫ് ഡാഷിനെ പറയാ ഡെറിവേറ്റീവ് or differential coefficient of the function fx at the number x equal to a. അപ്പൊ നിങ്ങൾക്ക് f dash 2 ആണ് വേണ്ടതെങ്കിൽ, f dash 2 ആണ് a ഉള്ളത് 2 ആക്കുമ്പോൾ f dash 2 is equal to limit x tends to 2 f of x minus f of 2 divided by x minus 2, or it is same as limit h tends to 0 f of 2 plus h minus f of 2 all divided by h. നിങ്ങൾക്ക് f dash minus 5 വേണ്ടതെങ്കിൽ f dash minus 5 equal to limit x tends to minus 5 f of x minus f of minus 5 divided by x minus minus 5, or it is limit h tends to 0 f of minus 5 plus h minus f of minus 5 all divided by h. അപ്പൊ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തു, അതിന്റെ എക്സിസ്റ്റൻസ് പറഞ്ഞു. ഇനി ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ അത് അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആവണം.
കണ്ടിന്യൂറ്റി പറഞ്ഞ പോലെ തന്നെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിന് മുമ്പ് ഈ എഫ് ഡാഷിനെ പറ്റിയിട്ട് അതിന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ആ എഫ് ഡാഷിന്റെ ലാസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് മുകളിലേക്ക് എടുത്തെഴുതാം. എന്താണ് എഫ് ഡാഷിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് സപ്പിൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് അപ്രോച്ചസ് 0 എഫിന്റെ ഉള്ളിൽ എ പ്ലസ് എച്ച് അതിൽ നിന്ന് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ഒരു ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ഇയറിലെ പറഞ്ഞതാണ്, കണ്ടിന്യൂറ്റിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ലിമിറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം. അപ്പൊ ഞാൻ ഇപ്പൊ എഴുതിയ എഫ് ഡാഷയ്ക്ക് വേണ്ടി ഇപ്പൊ എഴുതിയ ലിമിറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറയും മക്കള്. ലിമിറ്റ് യെസ് എച്ച് ടെൻസ് ടു 0 മൈനസ് എന്താ ഇതിന്റെ അർത്ഥം? എച്ച് 0ലേക്ക് വരികയാണ്. ഏത് സൈഡിൽ നിന്നാ? 0ന്റെ ലെഫ്റ്റ്. ദാറ്റ് മീൻസ് എച്ച് ടേക്സ് വാല്യൂസ് വെരി വെരി ക്ലോസ് ടു 0 ലെസ് ദാൻ 0. എന്നിട്ട് ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എച്ച് അതൊക്കെ അങ്ങനെ തന്നെ ഇതിലൊന്നും മാറ്റമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ എച്ച്. ഇതിനെ പറയാം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എ. അതിന്റെ സിമ്പല് ക്യാപിറ്റൽ എൽ എഫ് ഡാഷ് എ. അപ്പൊ എൽ എഫ് ഡാഷ് എ ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 മൈനസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ എച്ച് ടെൻസ് 0 മൈനസ് ദാറ്റ് മീൻസ് എച്ച് ഈസ് വെരി വെരി ക്ലോസ് ടു 0 ലെസ് ദാൻ 0. അപ്പൊ എച്ച് എടുക്കുന്ന വിലകളൊക്കെ 0ന്റെ വളരെ അടുത്താണ്, 0ന്റെ ലെഫ്റ്റിലാണ്. അപ്പൊ എടുക്കുന്ന വില ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനത്തെ ആയിരിക്കും. നെഗറ്റീവ് 0.00001 ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. ആ ജാതി നമ്പറാണ് ഈ എച്ച് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ പ്ലസ് എച്ച് എന്ന നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ എച്ച് അത് എനോട് കൂടി ആഡ് ചെയ്താണ്. എനെ കാട്ടിലും കൂടോ അതോ കുറയോ? എ പ്ലസ് എച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും അത് എനെ കാട്ടിയും കൂടുതലാന്ന് തോന്നും ചിലപ്പോൾ. പക്ഷെ ആ എച്ചിനെ പരിശോധിക്കണം. എച്ച് ഇവിടെ നെഗറ്റീവാ. ഒരു നെഗറ്റീവ് നമ്പർ എനോട് കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എനെ കാട്ടിലും യെസ് കുറവായിരിക്കും. അപ്പൊ ഈ എ പ്ലസ് എച്ച് എനെ കാട്ടി ഇച്ചിരി കുറവാണ് മനസ്സിൽ വെച്ചു. ഇനി ഈ എഫ് ഡാഷയ്ക്ക് വേണ്ടി എഴുതിയ ലിമിറ്റിന്റെ റൈറ്റ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് എച്ച് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഇതിനെ പറയാ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എ. അതിന്റെ സിമ്പല് ആർ എഫ് ഡാഷ് എ. എൽ എഫ് ഡാഷ് പകരം ആർ എഫ് ഡാഷ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ എച്ച് ടെൻസ് 0 പ്ലസ് ആ. എന്തായാലും അർത്ഥം വെരി ക്ലോസ് ടു 0 ഗ്രേറ്റർ ദാൻ 0. 0ന്റെ വളരെ അടുത്ത്, 0ന്റെ മുകളിൽ. അപ്പൊ എച്ച് എടുക്കുന്ന വില പോസിറ്റീവ് 0.0000001 ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ ഈ എ പ്ലസ് എച്ച്, ഈ എഫിന്റെ ബ്രാക്കറ്റിലാണ് ഈ എ പ്ലസ് എച്ച് എനെ കാട്ടി കൂടുകയോ കുറയോ? എനെക്കാട്ടിലും വെരി ഗുഡ്, ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം എച്ച് പോസിറ്റീവാണ്. അപ്പൊ എപ്പോഴാ ഈ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യാം? ഡാഷ് ഒരു ലിമിറ്റാടാ. ഒരു ലിമിറ്റ് എപ്പോഴാ എക്സിസ്റ്റ് ചെയ്യാം? അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഇത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഇത്. ദാറ്റ് ഈസ് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. എഫ് ഡാഷ് എ എക്സിസ് if and only if L f dash a is equal to R f dash a. L f dash aയും R f dash aയും ഒരേ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ f dash a എക്സിസ്റ്റ് ചെയ്യും. അപ്പോഴാണ് എഫ് എക്സ് എയിൽ ഡിഫറൻഷ്യബിൾ ആവുക. ഈ എൽ എഫ് ഡാഷ് എക്ക് ഒരു ആൻസറും ഈ ആർ എഫ് ഡാഷ് എക്ക് ചിലപ്പോൾ വേറൊരു ആൻസറും കിട്ടും. അങ്ങനെ ആവുമ്പോൾ ഈ എഫ് ഡാഷ് എ ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എയിൽ ഡിഫറൻഷ്യബിൾ അല്ല.
അപ്പൊ നമ്മൾ പറയും എഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എ. നോട്ട് കണ്ടിന്യൂസിന് ഒരു പേരുണ്ടായിരുന്നു, എന്തായിരുന്നു? ഡിസ്കണ്ടിന്യൂസ്. എന്നാൽ നോട്ട് ഡിഫറൻഷ്യബിളിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറയുന്നില്ല, നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എൽ എഫ് ഡാഷും ആർ എഫ് ഡാഷും അൺഈക്വൽ ആയാൽ എഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് ആണ്. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി അഥവാ ജോമെട്രിക്കൽ കൺസെപ്റ്റ് ഓഫ് ഡെറിവേറ്റീവ്. അതിന് ഫംഗ്ഷന്റെ ഗ്രാഫ് വേണം. ജോമെട്രിക്കൽ മീനിങ് പറയുമ്പോൾ നമുക്ക് ഗ്രാഫ് വേണം. എൽ എഫ് ഡാഷ് ആർ എഫ് ഡാഷ് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ജോമെട്രിക്കൽ കൺസെപ്റ്റ് ഓഫ് ഡെറിവേറ്റീവ്. നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു ഗ്രാഫ് ഉണ്ടാവും. പല ഷേപ്പിലുള്ള ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഒരുപാട് ഗ്രാഫൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. തൽക്കാലം ഇതൊരു ഗ്രാഫാ വിചാരിക്ക്. ഒരു ഫംഗ്ഷൻ y = fx ആണ്. ഇതിന്റെ ഡൊമൈനില് ഇവിടെ എങ്ങനെയായിട്ട് x = a എന്ന നമ്പർ കിടക്കുന്നുണ്ട്. ആ x = a കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഗ്രാഫിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ ഞാൻ P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതിന്റെ എക്സ് കോർഡിനേറ്റ് എ ആണ്. ഈ കർവുമലൊക്കെ y കോർഡിനേറ്റ് = f ഓഫ് x ആണ്. എത്രയാണോ x അതിന്റെ f ആണ് y കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര x? a. അപ്പൊ എത്ര y വരിക? f ഓഫ് a വരും. അപ്പൊ P is the point a, f of a on the curve y = f of x. ഒരു ഗ്രാഫ്, ഒരു ഫംഗ്ഷൻ എടുത്തതിന്റെ ഗ്രാഫ്. നമ്മൾ ഈ എയിലെ ഡെറിവേറ്റീവിനെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എ തന്നെ മാർക്ക് ചെയ്തത്. ഇനി ചെയ്യുന്നത് ഈ എന്റെ പിന്നിലും മുന്നിലും രണ്ട് നൈബറിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. വളരെ അടുത്ത് മാർക്ക് ചെയ്താൽ മതി എന്റെ, പക്ഷെ വളരെ അടുത്ത് മാർക്ക് ചെയ്താൽ ഫിഗർ ഒക്കെ പാടെ കാണാൻ പറ്റുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇച്ചിരി ഇങ്ങോട്ടായിട്ട് ഇവിടെ ഒരു എക്സ് വാല്യൂ എയിൽ ഇച്ചിരി കുറവാ, അതിനെ നമ്മൾ വിളിച്ചത് a-h. അപ്പൊ എയിൽ ഇച്ചിരി കുറവ്. അപ്പൊ ഈ h ഒരു പോസിറ്റീവ് നമ്പർ ആണ് കേട്ടോ. ഇനി തൊട്ട് റൈറ്റിൽ ഒരു നമ്പർ x = ഇച്ചിരി കൂടുതലാണ്, a+h. ഇവിടെ h കുറച്ചു, ഇവിടെ h കൂട്ടും. ഈ രണ്ട് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവുമലുള്ള പോയിന്റുകളെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതിന് ഞാൻ Q എന്ന് പേരിട്ടു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവുമലൊരു പോയിന്റ് ഉണ്ടാവും, അതിന് ഞാൻ R എന്ന് പേരിട്ടു. ഇവരുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞേ. ക്യൂവിന്റെ കോർഡിനേറ്റ്സ്, ക്യൂവിന്റെ നേരെയുള്ള എക്സ് കോർഡിനേറ്റ് ഇതാ a-h. അപ്പൊ Q is the point a-h. y കോർഡിനേറ്റ് അതിന്റെ f ആണ്. അപ്പൊ f of a-h. അപ്പൊ R ന്റെ കോർഡിനേറ്റ്സ് x കോർഡിനേറ്റ് a+h ആണ്, y കോർഡിനേറ്റ് f of a+h ആണ്. R is the point a+h, f of a+h. ഇനി ഞാൻ ചെയ്യുന്നത് ഈ PQനെ ഒരു ലൈൻ ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു, കോഡായിട്ട് അഥവാ ലൈൻ സെഗ്മെന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഈ PR-ഉം ജോയിൻ ചെയ്തു, വേറെ ലൈനായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സ്ട്രൈറ്റ് ലൈൻ ചാപ്റ്ററിൽ കേട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഈ തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ. ദെൻ സ്ലോപ്പിന്റെ ഡെഫിനിഷൻ ടാൻ തീറ്റ. ഇച്ചിരി കൂടി മുന്നോട്ട് പോയപ്പോ രണ്ട് പോയിന്റ് ഒരു ലൈൻ മേൽ കിട്ടിയാൽ സ്ലോപ്പ് കാണാനുള്ള ഒരു ഫോർമുല y2 - y1 / x2 - x. അത് പ്രകാരം മക്കൾ പറ, സ്ലോപ്പ് ഓഫ് ലൈൻ PQ P a, f of a. Q എന്ന പോയിന്റ് a-h, f of a-h. അപ്പൊ ഇത് x1 y1, ഇത് x2 y2. അപ്പൊ y2 - y1, f of a-h മൈനസ് f of a. ഇത് y2, ഇത് y1 ഡിവൈഡഡ് ബൈ x2 - x1, a-h മൈനസ് a. a-h ന്ന് a മൈനസ് ചെയ്താൽ -h. ഇപ്പൊ ഞാൻ എഴുതിയ ഈ റേഷ്യോ, ഈ സ്ലോപ്പ് ഓഫ് PQ ആയിട്ട് ഈ റേഷ്യോ, ഈ LF' എന്ന ലിമിറ്റിന്റെ ഉള്ളിൽ കാണുന്ന ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? സമ്മതിക്കൂല. അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. h →
സീറോ മൈനസ്, അപ്പൊ എച്ച് എടുക്കുന്ന വില ഒക്കെ സീറോന്റെ വളരെ അടുത്ത് കഴിഞ്ഞ് ലെഫ്റ്റിലാണ്. അപ്പൊ എച്ച് എടുക്കുന്ന വില നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് വന്നപ്പോ ഉണ്ടായതാണ് ഇത്. പിന്നെ ഇവിടെ ഞാൻ പറയുന്നു എ പ്ലസ് എച്ച് എനെക്കാട്ടി ഇച്ചിരി കുറയും പറഞ്ഞിരുന്നു, അത് കുറഞ്ഞപ്പോ ഉണ്ടായതാണ് ഇത്. അപ്പൊ ഈ റേഷ്യോ തന്നെയാണ് LF ഡാഷ് എന്ന ലിമിറ്റിനുള്ളിൽ കാണുന്ന റേഷ്യോ. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് പി ആർ. പി വീണ്ടും എ എഫ് ഓഫ് എ. ആറ് എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പൊ ഇത് x1 y1, ഇത് x2 y2, y2 മൈനസ് y1, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. എ പ്ലസ് എച്ച് ഞാൻ കുറക്കാം, എ പ്ലസ് എച്ച് ഞാൻ കുറച്ച എച്ച്. ഈ കിട്ടിയ റേഷ്യോ ആണ് എവിടെ കാണുന്നത്? യെസ്, RF ഡാഷ് എന്ന ലിമിറ്റിനുള്ളിൽ കാണുന്ന ഈ റേഷ്യോ. ഇനി വീണ്ടും നിങ്ങൾ ഫിഗറിലേക്ക് വരിക. നമ്മൾ ലിമിറ്റ് കേസിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ എച്ചിന് എങ്ങനെ ചുരുക്കുകയാണ്. എച്ച് ടെൻസ് ടു സീറോ. എച്ച് ഇങ്ങനെ സീറോയുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഈ ഫിഗറിൽ സംഭവിക്കുന്ന രണ്ട് സംഗതി. ഒന്ന്, ഈ ആർ എന്ന പോയിന്റ് ആ കെറുമ കൂടെ എങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വരും, ആരടുത്തേക്ക്? പിയുടെ അടുത്തേക്ക്. പിന്നെ ക്യൂ എന്ന പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങി വരും, ആരടുത്തേക്ക്? പിയുടെ അടുത്തേക്ക്. അങ്ങനെ വന്ന് ഈ പി ക്യൂ എന്ന ലൈനും ഈ പി ആർ എന്ന ലൈനും കൂടി കോയിൻസൈഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, പ്രൊവൈഡഡ് ദിസ് LF ഡാഷ് ഈസ് ഈക്വൽ ടു RF ഡാഷ്. ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഒരേ സംഖ്യയാണെങ്കിൽ എച്ച് ഇങ്ങനെ ചുരുങ്ങുമ്പോ ജോമെട്രിക്കലി ആറും ക്യൂവും ഇങ്ങനെ നീങ്ങി വന്നിട്ട് ആ രണ്ട് ലൈനുകൾ കൂടി ചേർന്നിട്ട് ഞാൻ ഇപ്പൊ വരച്ച മൂന്നാമത്തെ സിംഗിൾ ലൈനായിട്ട് മാറും. എപ്പോ? LF ഡാഷ് ഈക്വൽ ടു RF ഡാഷ്. അപ്പൊ ലിമിറ്റിംഗ് കേസിൽ ഈ രണ്ട് സ്ലോപ്പുകൾ ചേർന്നിട്ട് ഒരു സ്ലോപ്പ് ആവും. ആ ഒരു സ്ലോപ്പ് ആരെ സ്ലോപ്പ് ആയിരിക്കും? ഞാൻ മൂന്നാമത് വരച്ച ഈ ലൈനിന്റെ ഈ ലൈൻ എന്ന് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ്. എന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാൻജന്റ് ലൈൻ അറ്റ് ദാറ്റ് പോയിന്റ്, അഥവാ ടാൻജന്റ് അറ്റ് പി. അപ്പൊ ഈ രണ്ട് സ്ലോപ്പ് ചേർന്നിട്ട് ഇയാളുടെ സ്ലോപ്പ് ആവും. ഇയാൾ ആരാണ് പറഞ്ഞേ? ടാൻജന്റ് അറ്റ് പി. ചുരുക്കി പറഞ്ഞാൽ എഫ് ഡാഷ് എന്ന ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രിക്കൽ മീനിങ് ആ കറസ്പോണ്ടിങ് പോയിന്റില് കെറുമൽ കറസ്പോണ്ടിങ് പോയിന്റിൽ വരക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. ജോമെട്രിക്കലി ഇറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പൊ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ ഗ്രാഫുമിൽ ആ പോയിന്റിന് നേരെ വരക്കുന്ന ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ടാൻജന്റിന്റെ സ്ലോപ്പിനെ പറ്റി വർത്താനം പറയണമെങ്കിൽ ആ പോയിന്റിൽ ഒരു യുണീക്ക് ടാൻജന്റ് വരക്കാൻ പറ്റണം. യുണീക്ക് ടാൻജന്റ് വരക്കാൻ പറ്റണമെങ്കിൽ കർവ് ആ പോയിന്റിൽ സ്മൂത്ത് ആയിരിക്കണം. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെങ്കിൽ കർവ് എന്താവണം? സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടാൻ പാടില്ല, പൊട്ടിയ സ്മൂത്ത് അല്ല. അവിടെ ഷാർപ്പായിട്ടുള്ള ടേണിംഗ് വരാൻ പാടില്ല, ഷാർപ്പ് ടേണിംഗ് ഉണ്ടെങ്കിൽ സ്മൂത്ത് അല്ല. നമുക്ക് ഏറ്റവും ആദ്യം എക്സാമ്പിൾ ആയിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു ഗ്രാഫ് നിങ്ങളെ മനസ്സിലുണ്ടാവും, മോഡെക്സിന്റെ ഗ്രാഫ്. സീറോയിൽ ഒരു ഷാർപ്പ് ടേണിംഗ് ആയിരുന്നു. അവിടെ ആ കർവിന് യുണീക്ക് ടാൻജന്റ് വരയാൻ പറ്റില്ല. ടാൻജന്റ് പറയുമ്പോ ടച്ച് ചെയ്യുന്ന ലൈൻ അല്ലേ, എന്നാ പിന്നെ ഇങ്ങനെ മെല്ലെ ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ച കഴിച്ചിലായോ? അപ്പൊ ഒരാള് അങ്ങനെ വരച്ചത് വേറൊരാൾ ഇങ്ങനെ വരക്കും, അടുത്ത ആള് ഇങ്ങനെ വരക്കും. ഇതൊക്കെ ടാൻജന്റ് ആയിട്ട് എടുക്കാൻ പറ്റൂല. അവിടെ യുണീക്ക് ടാൻജന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ നമുക്ക് എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ LF ഡാഷ് ഒരു ആൻസറും RF ഡാഷ് വേറൊരു ആൻസറും കിട്ടും. അപ്പൊ സ്മൂത്ത് ആയിട്ട് പോകണം ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെങ്കിൽ. അപ്പൊ ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ കർവ് ആ പോയിന്റിൽ സ്മൂത്ത് ആവണം. അപ്പോ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിന്റെ ഡൊമൈനിൽ എല്ലാ പോയിന്റുകളും ഡിഫറൻഷ്യബിൾ ആവണം. അപ്പൊ എല്ലാ പോയിന്റുകളും കർവ് സ്മൂത്ത് ആവണം. ചുരുക്കി പറഞ്ഞാൽ ആ കർവ് സ്മൂത്ത് കർവ് ആവും. നല്ല ഒഴുകി പോകുന്ന ഷാർപ്പ് സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത സ്മൂത്ത് ആയിട്ട് പോകുന്ന കർവായിരിക്കും. അപ്പൊ നമുക്കിനി നേരത്തെ പഠിച്ചൊരു വിഷയമുണ്ട്, കണ്ടിന്യൂറ്റി. ഇപ്പൊ കേട്ടു ഡിഫറൻഷ്യബിലിറ്റി. ഇവർ തമ്മിലുള്ള ബന്ധം ഒന്നറിയണം. അവിടെ ഒരു തിയറം പറയുന്നുണ്ട്, NCERT പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ്, then it is continuous at that point.
ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ആ പോയിന്റിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ അതൊന്ന് അതിന്റെ ഒരു പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ തിയറം എന്താണ്? If a function is differentiable at a point, then it is continuous at that point, and the converse is not true. എന്താ അങ്ങനെ പറഞ്ഞാല് കോൺവേഴ്സ് ശരിയല്ല. എന്താ ഇതിന്റെ കോൺവേഴ്സ്? ഇഫ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് then it is differentiable at that point. അത് ശരിയല്ല എന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നെ നോക്കാം. ഇതൊരു എക്സ്പ്രഷൻ പറയാം ഞാൻ. എന്താ പറയുന്നത്? ഡിഫറൻഷ്യബിൾ ആണ്, അങ്ങനെയാണ് കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. അതിന്റെ കോൺവേഴ്സ് ശരിയല്ല എന്ന് കാണിക്കണം. അപ്പോ ഒരു ഫംഗ്ഷൻ നമുക്ക് ജനറലായിട്ട് എഫ് എടുക്കാം. Let f of x be a function that fx is differentiable at x equal to a. a എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കണം? കണ്ടിന്യൂസ് ആണ് കാണിക്കണം. അപ്പൊ എയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എ എക്സിസ്റ്റ് ചെയ്യും. എന്തായിരുന്നു എഫ് ഡാഷ് എ? രണ്ട് കോലത്ത് പറഞ്ഞിരുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, or it is same as limit h tends to 0 f of a plus h minus f of a divided by h. രണ്ടും തന്നെ. അപ്പൊ ഈ എഫ് ഡാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫൈനൈറ്റ് നമ്പർ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫറൻഷ്യബിളിന്റെ അർത്ഥം. അങ്ങനെയാണ് നമുക്ക് എന്ത് കാണിക്കണം? കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? ഒരു ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിന്റെ ലിമിറ്റും അതിന്റെ വാല്യൂവും ഈക്വൽ ആവണം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന. നിങ്ങൾ ശ്രദ്ധിച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ, ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ഒരു തിയറം ആകുമ്പോൾ അതിന്റെ പ്രൂഫ് കിട്ടാൻ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മാത്തമാറ്റിക്കലി തെറ്റല്ലാത്ത എല്ലാ സംഗതികളും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഇവിടെ വെച്ചു. ഇവിടെ അല്ലാത്ത ഒരു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഞാൻ ചെയ്തു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ നമ്പർ 0 ആവാൻ പാടില്ല. അപ്പോ നിങ്ങളുടെ സംശയം ഈ എക്സ് മൈനസ് എ 0 ആണോ അതോ 0 അല്ലേ? അവിടെ സംശയം ഉണ്ടാവരുത്, നല്ലോണം മനസ്സിലാക്കണം. എക്സ് ടെൻസ് ടു എ എന്താ അർത്ഥം? എക്സ് ടേക്സ് വാല്യൂ ഇസ് വെരി ക്ലോസ് ടു എ. ലോകം അവസാനിച്ചാലും എക്സ് എ ആവില്ല എന്ന് നിങ്ങൾ അറിയണം. എന്നാലേ കാൽക്കുലസ് പഠിക്കാൻ പറ്റുള്ളൂ. എയിലേക്ക് ടെൻഡ് ചെയ്യുന്ന എക്സ് വിൽ ബി വെരി ക്ലോസ് ടു എ ബട്ട് നോട്ട് ഈക്വൽ ടു എ എന്നാണ്. അപ്പൊ എക്സ് ഒരിക്കലും എ ആവില്ല. അതുകൊണ്ട് എക്സ് മൈനസ് എ 0 ആവില്ല. നിങ്ങൾ ഒരു പേടി പേടിക്കണ്ട. പക്ഷെ ഈ എക്സ് മൈനസ് എ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? വെറുതെ നിൽക്കുന്ന എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇൻഡ്യൂ ചെയ്യണം. എന്തുകൊണ്ട്? ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇതാണ് ക്യാൻസൽ ആയി പോകും. ഇനി ലിമിറ്റിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇൻഡ്യൂ ചെയ്ത് ലിമിറ്റ് ആണെങ്കിൽ പകരം ലിമിറ്റ് കണ്ടിട്ട് ഇൻഡ്യൂ ചെയ്താലും മതി എന്ന് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, ഇതൊരു ടീമായിട്ട് ഞാൻ എടുത്തു. ഇൻഡു അടുത്തൊരു ലിമിറ്റ് നമുക്ക് വേറെ മാറ്റിയതിന് ഒരു കുഴപ്പമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് മൈനസ് എ. ഓക്കെ, അപ്പോ ഈ സാധനം എക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അയാളുടെ പേരാണ് എഫ് ഡാഷ്, അത് എക്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പൊ ഈ കാണുന്നത് എഫ് ഡാഷ് ആവും. അതിനൊരു വില ഉണ്ട്, ഫൈനൈറ്റ് ആണ്. ഇൻറ്റു നൗ ലിസൺ, എക്സ് ടെൻസ് ടു എ എക്സ് മൈനസ് എ വിൽ ബിക്കം ടെൻസ് ടു എ മൈനസ് എ. അഥവാ ഇവിടെ എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് എയിലേക്ക് ടെൻഡ് ചെയ്യും.
അപ്പൊ അത് 0 ആവും. എഫ് ഡാഷ് എത്രയാണ് നമുക്കറിയില്ല, കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷെ എഫ് ഡാഷ് വില ഉണ്ട്, ഫൈനൈറ്റ് ആണ്. അത് ഫൈനൈറ്റ് നമ്പറിനെ 0 കൊണ്ട് ഇൻഡു ചെയ്താൽ ഉറപ്പായിട്ടും 0 ആണ്. അപ്പൊ എന്താ കിട്ടിയത് ഇപ്പോ? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ 0. അല്ലോ, അത് 0 ആ കിട്ടിയത്. ഇത് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഒരു ടീം മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എ അടുത്ത ടീം ഈക്വൽ ടു 0. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് ഓഫ് എ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ലിമിറ്റ്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസൾട്ട് ഉണ്ട് ലിമിറ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സിനെ ഇനിയിപ്പൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിൽക്കട്ടെ. ഇവിടെ എഫ് ഓഫ് എ ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ആണ് വേരിയബിൾ, എ കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ആണ്, എഫ് ഓഫ് എ ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ലിമിറ്റ് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് എന്റെ ലിമിറ്റ് എഫ് ഓഫ് എ തന്നെയാണ് എന്നർത്ഥം, ഈക്വൽ ടു 0. ലാസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതുകൊണ്ട് എന്താണ്, ലിമിറ്റും വാല്യൂ ഈക്വൽ ആയാൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. നമ്മൾ എന്ത് പറഞ്ഞാ തുടങ്ങിയത്? ഡിഫറൻഷ്യബിൾ ആണ്, എ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞ് തുടങ്ങി. ചെക്ക് ചെയ്ത് വന്നപ്പോ കണ്ടിന്യൂസ് ആണ്. therefore എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾ ജോമെട്രിക്കലി ഒന്ന് ആലോചിച്ച് നോക്ക്. ഡിഫറൻഷ്യബിൾ ആണ്, കർവ് സ്മൂത്ത് ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. സ്മൂത്ത് ആയിട്ട് പോകുന്ന കർവ് ഒരിക്കലും പൊട്ടൂലല്ലോ. പൊട്ടിയ അവിടെ ഷാപ്പായില്ലേ, അപ്പൊ പൊട്ടാതെ പോവും. അപ്പൊ സ്മൂത്തായ കർവ് പൊട്ടണ പ്രശ്നമല്ല. അതുകൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? കണ്ടിന്യൂറ്റി ഉണ്ടാവും. എന്നാൽ അതിന്റെ കോൺവേഴ്സ് ശരിയല്ല. അതിനൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. കോൺവേഴ്സ് ശരിയല്ല എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഈക്വൽ ടു കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഏറ്റവും ബെസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് 0 കണ്ടിന്യൂസ് ആണ്, നമ്മൾ കണ്ടിന്യൂറ്റി സെഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമ്മളൊരു പ്രോബ്ലം ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോ ഇതിന്റെ കോൺവേഴ്സ് ബ്രേക്ക് ചെയ്യാൻ തൽക്കാലം എക്സാമ്പിൾ ആയിട്ട് എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എടുക്കുക. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഗ്രാഫ് പ്രകാരം മോഡ് എക്സിന്റെ ഗ്രാഫ് ഓർമ്മല്ലേ? 2 റേ, പെർപെൻഡിക്കുലർ റേ, വി ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയും. വി ഷേപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വെക്കണം. അത് 0 നല്ലൊരു ഷാർപ്പ് എഡ്ജാണ്. അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും അവിടുത്തെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും രണ്ടും 2 നമ്പറാണ് കിട്ടുക. അത് നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ഡിസ്കസ് ചെയ്യണം. കുറച്ച് സമയം വേണം, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്യും. അപ്പോ ഇപ്പൊ പഠിച്ച തിയറം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണം നിർബന്ധമല്ല. എന്നാൽ കണ്ടിന്യൂസ് ആയത് ഡിഫറൻഷ്യബിൾ ആവുന്നതും ഉണ്ടാവട്ടോ. കണ്ടിന്യൂസ് ആയത് ഡിഫറൻഷ്യബിൾ ആവുന്നുണ്ട്. എന്നാൽ ഒരു തിയറമായിട്ട് പറയാൻ പറ്റൂല. കോൺവേഴ്സ് എപ്പോഴും ശരിയാവില്ല. കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ ആലോചിച്ച് നോക്കി. കണ്ടിന്യൂറ്റി മിസ്സായി പോയിട്ടുണ്ട്, കണ്ടിന്യൂറ്റി ഇല്ല ഒരു പോയിന്റിൽ, അപ്പൊ അതിന് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവുമോ? കണ്ടിന്യൂറ്റി ഇല്ലാതെ എന്താ ജോമെട്രിക്കലി സംഭവിച്ച്? ഗ്രാഫ് അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഏതാണോ പോയിന്റ് അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിയ ഗ്രാഫിന് ഷാർപ്പ് അടിച്ച് വന്നില്ലേ, അവിടെ യൂണിറ്റ് ടാൻജന്റ് വരയ്ക്കാൻ പറ്റൂല. അപ്പൊ അവിടെ ഡിഫറൻഷ്യബിൾ ആവില്ല. അപ്പൊ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ പിന്നെ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവുന്ന പ്രശ്നമല്ല. പ്രോബ്ലം മനസ്സിലാക്കണം പ്രോബ്ലം ചെയ്യുമ്പോ. അപ്പോ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ തന്നെ പ്രോബ്ലത്തില് നമ്മൾ ആദ്യം കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കണം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ മുന്നോട്ട് പോകേണ്ടിയുള്ളൂ. കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവും ഉറപ്പിക്കാൻ പറ്റൂല, അത് ചെക്ക് ചെയ്യണം. എന്നാൽ ചോദ്യത്തിന് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നിങ്ങളോട് തന്ന പോയിന്റിൽ ഇന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂറ്റി പിന്നെ തരണ്ട, അത് ഉണ്ടാവും. അപ്പൊ തിയറം differentiability implies continuity. The converse is not true. That means continuity need not implies differentiability. And കുറച്ചുകൂടി ഉള്ളിലേക്ക് പറഞ്ഞാൽ every differentiable function is continuous, but the converse is not true. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 1-2 പ്രാവശ്യം ഈ വീഡിയോ കേൾക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ പറയും.
പിന്നെ ഡെറിവേറ്റീവ് +1 പഠിച്ചത് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.